കാറിലുള്ള യാത്രയിലുടനീളം ആദിയുടെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാട്ടി കടന്നുപോയി. അവളുടെ എതിർപ്പിന് വകവെക്കാതെ അവൻ അവളിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. പുറത്തേക്ക് വരുന്ന ശബ്ദവീചികളെ അവൾ അടക്കി പിടിച്ചു. അവളുടെ ചുണ്ടുകൾ കൊണ്ടുള്ള കൂർപ്പിച്ച നോട്ടം കണ്ടത് അവൻ വാക്കൊണ്ട് കടിക്കുന്ന പോലെ കാണിച്ചു. അവൾ നാണത്തോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. കാറ് ഗേറ്റ് കടന്നു അവളുടെ ഓർമ്മയിലേക്ക് അന്ന് ഇറങ്ങിപ്പോയ ദിവസവും സംഭവങ്ങൾ ഓർമ്മ വന്നു. കാറിൽ നിന്നിറങ്ങിയ നന്ദയെ ആദി ചേർത്ത് പിടിച്ചു. കൈ അടങ്ങിയിരിക്കില്ല കേട്ടോ ദേവേട്ട, സതീഷൊക്കെ വല്ല കണ്ടിരുന്നെങ്കിലോ? അവൾ ചെറുതായി അവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു. അടങ്ങിയിരിക്കില്ല, നീ അടുത്തുള്ള ഒട്ടും അടങ്ങിയിരിക്കില്ല. ഇതുവരെ മനസ്സിലായാലും നോക്കും. നമ്മളൊന്ന് റൂമിലെത്തട്ടെ, ഞാൻ തെളിയിച്ച് തരാം. വടി കൊടുത്ത് അടി വാങ്ങി കണക്ക് അവൾ നടന്നു. ആളിൽ തന്നെ മുത്തശ്ശി ഏതോ സീരിയലും കണ്ട് ഇരിപ്പുണ്ടായിരുന്നു. കയറി വരുന്ന നന്ദയെ കണ്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. ഓളിങ് വന്നേ, മുത്തശ്ശി വിളിച്ചു. നന്ദ മടിച്ച് മടിച്ച് അവിടെ അടുക്കിലേക്ക് പോയി. അടുത്ത് വന്നിരുന്ന നന്ദയുടെ ചെവിയിൽ പിടിച്ചെന്ന് കറക്കിയെടുത്ത് മുത്തശ്ശി. ആ മുത്തശ്ശി, ഇനി ആരോടും പറയാതെ പോകും? പറ. ചെവിയിൽ നിന്ന് പിടിയിടാവ് ചോദിച്ചു. പോവില്ല, വീട്ട് വേദനിക്കുന്നു. അവളുടെ വേദന നിറഞ്ഞ സ്വരം കേട്ടു ആദിയുടെ മനസ്സ് നോക്കി. വീട് മുത്തശ്ശി, ദേവക്ക് വേദനിക്കുന്നു. ആദി പറഞ്ഞു. മുത്തശ്ശി അവളുടെ ചെവിയിൽ നിന്ന് പിടിവിട്ടു. ആദി ആകുലതയോടെ അവളുടെ ചെവിയിൽ തൊട്ട് നോക്കി. നല്ലപോലെ ചുമന്നിരിപ്പുണ്ടായിരുന്നു. അവൻ അടുത്തിരുന്ന മുത്തശ്ശി ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കി. എന്താ മുത്തശ്ശി ഇത്? നോക്ക്, ചുമന്ന് കിടക്കുന്നു. നന്ദയുടെ ചെവിയുടെ തുമ്പുകാട്ടി അവൻ പറഞ്ഞു. സാല ദേവേട്ട, എനിക്ക് അത്രയ്ക്ക് വേദനിച്ചിട്ടില്ല. ഈ ചെറിയ വേദന കാണുള്ള ചെറുക്കാൻ നീ എന്നോട് ദേഷ്യപ്പെടുന്നത്? ചെറുതാണെങ്കിലും അല്ലെങ്കിലും ദേവ വേദനിക്കുന്നതാണ് എനിക്കാവില്ല. ആഹാ, അത് കൊള്ളാം. ഭാവിയിൽ നിന്റെ കൊച്ചിനെ അവൾ പ്രസവിക്കുമ്പോഴോ? ആദ്യം അതിന് മുത്തശ്ശി ഒന്ന് കോർപ്പീസ് നോക്കി മുകളിലേക്ക് പോയി. അത് കേട്ടത് നന്ദ നാണത്തോടെ തലവിനിച്ചിരുന്നു. വേദനിച്ചോ മോളെ? ആവും പോയത് മുത്തശ്ശി നന്ദയുടെ തലയോട് ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഇവിടെ മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാം, കേട്ടല്ലോ. ഒന്നും മനസ്സിലിട്ട് നീറ്റരുത്. അവൾ അതിനൊന്ന് മൂളി. എങ്കിൽ ചെല്ലി, മോള് പോയി ഫ്രഷായിട്ട് വാ. നന്ദ വാതിൽ തുറന്ന് അകത്തേക്കായിരുന്നു കാണുന്നത്. ബാത്റൂമിൽ നിന്നിറങ്ങുന്ന ആദിയാണ്. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവൾ അവന് നോക്കിയൊന്ന് ചിരിച്ച് വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുത്തു. ആദ്യം പോയി ഡോർ ലോക്ക് ചെയ്തു. ബാത്റൂമിലേക്ക് പോകാൻ നിന്ന് അവൾ തിരിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ദേവേട്ട, പകപ്പോടെ അവൾ അവന് വിളിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിയുടെ കീഴെ പതിഞ്ഞു. വളരെ ആഴത്തിൽ ചുമന്നിരിക്കുന്നിടത്ത് അവൻ നാവ് കൊണ്ട് തഴുകി. ദേവേട്ട, അവൾ വിറകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു. വേദനക്കുള്ള മരുന്നെന്നാണ്. ഒന്നും കൂടി അവിടെ അമർത്തി ചുമിച്ച് അവൻ പറഞ്ഞത്. അവൾ നിലത്ത് കാൽവിരൽക്കുത്തി ഉയർന്നുപോയി. അവളുടെ ശബ്ദം കാതിൽ അലയടിച്ചു. അവന് കുസൃതി വിരിഞ്ഞു. തെളിയിക്കട്ടെ? കുറുമ്പോട് അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചവൻ ചോദിച്ചു. എന്ത്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? താഴെ വെച്ച് പറഞ്ഞൊന്നും എൻ്റെ കുഞ്ഞിന് ഓർമ്മയില്ലേ? ഓർമ്മയില്ല, മാറങ്ങോട്ട്. അവനെ തള്ളി നീക്കാൻ ശ്രമിച്ചത് ഒരു ഇഞ്ച് പോലും മാറാതെ അവൻ അവിടെ നിലയുറപ്പിച്ചു. അയ്യടി, എവിടെ പോകണം? ഇന്ന് ഞാൻ നിനക്ക് പലതും തെളിയിച്ചിരുന്നു. ഇവിടെ പാടി. അവളെ ഒരു കൈ കൊണ്ട് വലിച്ചെടുത്തവൻ കട്ടിലേക്ക്. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവൻ അവളിലേക്ക് അമർന്നു. കുസൃതി തങ്ങി നിറഞ്ഞ കണ്ണുകളിൽ നോക്കി കിടപ്പോടെ അവൾ വിളിച്ചു. അവൻ കുനിഞ്ഞവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചത് അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അല്പസമയം കഴിഞ്ഞു ഒന്നും സംഭവിക്കില്ലെന്ന് കണ്ടത് അവൾ കണ്ണുകൾ തുറന്ന നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ മൃദുവായി അമർന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടങ്ങി. മൃദുവായി തുടങ്ങിയ ചുംബനം പതി വന്യതയിലേക്ക് വഴിമാറിയത് അവൻ്റെ കൈകൾ അവളിൽ തഴുകിയിറങ്ങി. കൈകളെ തലോടി മാറിനെ അമർത്തി തടവി വയറിലായി പിടിമുറുക്കി അവളുടെ കാൽവിരലുകൾ ഉള്ളിലോട്ട് വരുന്നു. അവൻ ആ കാൽവിരലുകളെ മുറുകെ പിടിച്ചു. വയറിനുള്ളിലൂടെ അവൻ്റെ കൈകൾ അവളുടെ നാഭിച്ചൂഴിയെ തേടിപ്പോയി. ചുഴിയുടെ ആഴമളന്ന നിമിഷം അവൻ്റെ നാവ് അവളുടെ നാവിന് ചുഴറ്റി വലിഞ്ഞു. പിടഞ്ഞു പൊങ്ങിയവളെ ബെഡിലേക്ക് അമർത്തിയവൾ അവളുടെ നാവിനെ രുചിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന ചുംബനം ഒടുവിൽ അവൾക്ക് ശ്വാസം വിലങ്ങായത് അവൾ പിന്മാറി ബെഡിലേക്ക് ഇടന്നു. കിതക്കുന്ന അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. എന്നാതെ നിനക്കൊട്ടും വൈറ്റൽ കപ്പാസിറ്റി ഇല്ലെന്നോ? ഞാനൊന്ന് ആസ്വദിച്ച് വന്നതേ. ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചവൻ പറഞ്ഞു. ഞാനിപ്പോൾ ചത്തുപോയേനെ. അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായിട്ട് ഇടിച്ചു. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ മൊത്തമായിട്ട് എൻ്റെ കുഞ്ഞെ താങ്ങൂ. അവൻ്റെ ചോദ്യം കേട്ടത് അവൾ നാണത്താൽ ചുമന്ന മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. ഐഷ്, എൻ്റെ കുഞ്ഞിന് നാണം വന്നു കേട്ടോ. അവൾ ചിന്നുകളോട് വീശി. എന്തോ കുന്തം. ആഹാ. അവൻ അവളെ നെഞ്ചിൽ നിന്ന് ബെഡിലേക്ക് ഇട്ടു. അവൾ ഇട്ടിയായിക്കൊണ്ടിരുന്നു. അവളുടെ പൊട്ടിച്ചിരികൾ ആ 4 ചുമലുകൾ നിറഞ്ഞു.
മതി ദേവേട്ട, അയ്യോ മതി. ചിരിച്ച് ചിരിച്ചവൾ കുഴഞ്ഞവന്റെ നെഞ്ചോരം വന്നു അവൻ അവിടെ നെറുകയിൽ അമർത്തി ചൂടിച്ചു. ഏടത്തി, വാതിൽ കുട്ടിയുള്ള ആമിയുടെ വിളി ആദ്യം പോയി ഡോറ് തുറന്നു കൊടുത്തു. അവൻ എന്താണ് അർത്ഥത്തിൽ കുരിക്കാൻ പൊക്കി. ഏടത്തി ബാത്റൂമില്ല. അപ്പോഴാണ് നന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഏടത്തി, ഓ മതി, എന്തൊരു അലർച്ചയാടിയത്, അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉറക്കി വിളിച്ച് അകത്തേക്ക് കയറി ആമി നോക്കി ആദ്യം പറഞ്ഞു. അവൾ അവനെ പുച്ഛിച്ച് തള്ളി നീക്കി നന്ദയെ ചേർത്ത് പിടിച്ചു. നന്ദ സ്നേഹത്തോടെ അവളുടെ തലയിൽ തള്ളി. അവർ രണ്ടുപേരെയും നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നു തൻ്റെ റൂമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വൈഷ്ണവിയാണ്. ഇനിയും വല്ലവരുടെയും വാക്കിട്ട് എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചാൽ ഇവിടുന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങും ഞങ്ങൾ, ദേഷ്യത്തോടെ ആദ്യവരോട് പറഞ്ഞു. ഓനെ അവനവരെ മൈൻഡാക്കാൻ താഴേക്കിറങ്ങി. അവൻ്റെ അവഗണന കണ്ടത് വൈഷ്ണവിൻ്റെ ഉള്ളിൽ നേരിപ്പോകുന്നു. കണ്ണീരോട് അവർ തിരിഞ്ഞ് താഴേക്കിറങ്ങാൻ നേരമാണ് ആമി നന്ദയെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പച്ചി, ആമി വിളിച്ചു. അവർ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി അപ്പച്ചി, കരഞ്ഞോ? ആമി ആകുലതയോടെ അവരോട് ചോദിച്ചു. നന്ദയും അതേ വിഷമത്തോടെ അവരെ നോക്കി. എന്തു പറ്റി അമ്മേ? അവരോടുള്ള പരിഭവ നിമിഷം പറഞ്ഞവൾ ചോദിച്ചു. ഒന്നുമില്ല മോള്, ഈ പാവിയോട് നീ പോയിട്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയത്. കൈകൂപ്പിക്കൊണ്ട് വൈഷ്ണവി പറഞ്ഞു. നന്ദയാകെ വല്ലാതായി. അവൾ അവരുടെ കയ്യിൽ തടഞ്ഞു പിടിച്ചു. അമ്മക്കറിയാതെ ഏതൊരാളും സ്വന്തം മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാം. അത് തന്നെ അമ്മയും ചെയ്തു. വിഷമിക്കില്ല അമ്മ. അവരുടെ കണ്ണീര് തുടച്ചു നീക്കി നന്ദ പറഞ്ഞു. എങ്കിലും മോളോട് ഞാൻ മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റാണില്ല. അതൊക്കെ പോട്ടെ അമ്മ, ഞാൻ നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പച്ചി ഇങ്ങനെ കിടന്ന് കരയാതെ. ചിൽ ബേബി ചിൽ. അപ്പച്ചി മോൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയെ കണക്ക് ഏടത്തി ഭർത്താവിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയെ. രണ്ടുപേരും തെറ്റിയില്ല. ഈക്വൽ. ഇനി അത് ഓർത്തിരിക്കാതെ അപ്പച്ചി. ഏടത്തി തിരിച്ചു വന്നത് അതൊക്കെ പോട്ടെ. ആദ്യമായിട്ട് മിണ്ടി അപ്പച്ചി. ഇല്ല, അവരൊരു വിങ്ങലോടെ പറഞ്ഞു. നന്ദ ഒന്നും മനസ്സിലാവാതെ ആമയെ നോക്കി. അമ്മയും മോനും പണക്കത്തിലാണ്. ചേച്ചിയെ വിഷമിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അപ്പച്ചിയോട് മിണ്ടാറില്ല. ഞാൻ ദയവായിട്ടൊന്ന് സംസാരിക്കാമെന്ന്. അമ്മക്കറിയാം. ചിരിച്ചേ. അവരുടെ കവിളിൽ കൂട്ടിപ്പിടിച്ച് നന്ദ പറഞ്ഞു. വൈഷ്ണവി മങ്ങിയൊരു ചിരിച്ചു. മനസ്സിലൊരായിരം വട്ടം ആ നിഷ്കളങ്കമായ പെണ്ണിനോട് അവർ മാപ്പുകയാണ്. ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും ആദ്യം മനഃപൂർവ്വം അമ്മയെ ഒഴിവാക്കുന്ന നന്ദ ശ്രദ്ധിച്ചു. അമ്മയുടെ വിഷമം നിറഞ്ഞ മുഖം കണ്ട് നന്ദക്ക് അതിലേറെ വിഷമമായി. ദയവേട്ട. എന്താടാ? ലാപ്ടോപ്പിലൂടെ വിരലുകൾ പായിക്കുന്നതിൽ അവൻ ചോദിച്ചു. ഉടനെ കഴിയോ വർക്ക്? കുറച്ചും കൂടി ഉണ്ട്. നീ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ദയവേട്ടൻ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ മതി. ശരി പറ, എന്താ എൻ്റെ കുഞ്ഞിന് പറയാനുള്ളത്? ലാപ്ടോപ്പ് അടച്ചു വെച്ചാൽ അവിടെ തിരിഞ്ഞു. പണിയൊക്കെ കഴിഞ്ഞു. അത് പിന്നീട് ചെയ്യാം. നിന്നിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ജീവിതത്തിൽ എനിക്ക് വേറൊന്നുമില്ല. അവൻ പറഞ്ഞു. അവളുടെ മനസ്സ് നിറഞ്ഞു. പറ. അവൾ നെഞ്ചോടടക്കി ഹെഡ്രസ്റ്റിലേക്ക് ചാരിയെന്ന് അവൻ പറഞ്ഞു. അമ്മയോട് എന്തിനാ ദയവേട്ട പിണക്ക്? അമ്മ ചെയ്ത അതേ തെറ്റില്ല ഞാനും ചെയ്ത്. പാവം അമ്മ കുറെ വിഷമിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ അമ്മയെ അവഗണിക്കരുത്. നിനക്ക് എന്തറിയ ഈ എന്നെക്കുറിച്ച്? അവൾ നെഞ്ചിലും തലയുയർത്തി പുരികം ചുളിച്ച് അവനെ നോക്കി. പറ, എന്നെക്കുറിച്ച് എന്തൊക്കെ കുഞ്ഞനറിയാം? അത് പിന്നെ കൈലാസം വീട്ടിലെ കൊച്ചുമകൻ, AV ഗ്രൂപ്പ്സ് തലവൻ, ഡോക്ടർ, സർവോപരി എൻ്റെ ഭർത്താവ്. ഇത്രയൊക്കെ അറിയായിരുന്നല്ലേ? കളിയാക്കുന്നു. മെല്ലെ അവളുടെ നെഞ്ചിൽ അവൾ ഇടിച്ചു. കളിയാക്കിയതല്ല ദൈവ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് കണ്ട് ഇഷ്ടം തോന്നി വിവാഹം കഴിച്ചല്ല നിന്നെ. വർഷങ്ങളായ എൻ്റെ സ്വപ്നമാണ് നിന്നോടത്തുള്ള എൻ്റെ ജീവിതം. ദേവേട്ട. അവൾ പകപ്പോടെ അവനെ വിളിച്ചു. എല്ലാം പറയാം അതിൻ്റെതായ സമയത്ത്. നിന്നോടുള്ള എൻ്റെ പ്രണയം വീട്ടിലെ മിക്കവർക്കും അറിവുണ്ട്. ഏറ്റവും നന്നായി അമ്മയ്ക്ക് എല്ലാം അറിയാം. ദേവനന്ദില്ലാതെ ആദിദേവന് വേറൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കാൻ അമ്മക്ക് അറിവില്ലെന്നുണ്ടോ? എൻ്റെ പ്രണയത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിയ അമ്മ അങ്ങനെയൊക്കെ കാണിച്ച് എനിക്ക് പെട്ടെന്നൊന്നും ക്ഷമിക്കാനാവില്ല. ഞാനും തെറ്റിയതിലെ ദേവേട്ട. അപ്പം എന്നോട് ക്ഷമിച്ചതോ? നീ ഇല്ലെങ്കിൽ ആദിദേവ് വെറും ജഡമായിരിക്കും ദേവ, ജീവിച്ചിരിക്കുന്ന ജഡം. അമ്മയോട് എനിക്ക് പരിഭവമേ ഉള്ളൂ. പിണക്കം ഞാൻ മാറ്റാം. ഇങ്ങനെയുള്ള ഡോസ് നല്ലതാണ്. പെട്ടെന്ന് മാറ്റണേ പാവ. മാറ്റാടി കുറുമ്പി. അവിടെ കവളിൽ അമർത്തി ചുംബിച്ച് അവൻ പറഞ്ഞു. ദേവേട്ട. എന്താടാ? തൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയ പെണ്ണിൻ്റെ നെറ്റിയിൽ ചുംബിച്ച് അവൻ ചോദിച്ചു. ഈ നീലക്കണ്ണ് അതിനെൻസാണോ? കുറച്ചു നാളായിട്ടുള്ള സംശയം അവൾ ചോദിച്ചു. അതിന് മറുപടി അവനൊന്ന് പുഞ്ചിരിച്ച് അവളെ നെഞ്ചിൽ നിന്ന് മാറ്റി മുഖം കുനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തു തോന്നുന്നു? ലെൻസാണ് തോന്നുന്നുണ്ടോ? അറിയില്ല. അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഒറിജിനൽ അടി എൻ്റെ അമ്മയുടെ കൃഷ്ണമണി നീല കളറായിരുന്നു. അമ്മയുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ മെല്ലിയൊന്ന് നനഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവളൊരു ഉത്പ്രേരണയാൽ അവൻ്റെ മുഖത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് മിഴികളിൽ അമർത്തി മുത്തി. അവളുടെ ചുണ്ടിൻ്റെ മാർദ്ദവം കണ്ണിൽ പതിഞ്ഞത് അവൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു പുഞ്ചിരി മുട്ടിട്ടു. ഇരു കണ്ണുകളും അമർത്തി ചുംബിച്ചവൾ.
ആഹാ, എൻ്റെ ട്രെയിനിങ് കേൾക്കുന്നുണ്ടല്ലോ. അവൻ്റെ ചോദ്യം കേട്ടത് അവൾക്കൊരു ചളിപ്പ് തോന്നി. ശേ, എന്താ ഞാനിപ്പോൾ ചെയ്തു? അയ്യേ. അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി അവൾ കണ്ണുകൾ മുറുകെ അടച്ച് ആലോചിച്ചു. അതെ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല ദേവ. ഇതിനൊക്കെ ഇങ്ങനെ നാണിക്കാൻ നിന്ന ജീവിതകാലം മുഴുവൻ നീ നാണിക്കേണ്ടി വരും. എഴുന്നേൽക്കടി കള്ളിപ്പെണ്ണെ. ദേവേട്ടാ, അവൾ സിനിങ്ങളോട് വിളിച്ചു. സിനുങ്ങാതെ ദേവ, ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. വേണ്ട. അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടൊരു അവൾ പറഞ്ഞു. പറ്റില്ലല്ലോ. അവളുടെ മുഖം ബലമായി അവൻ പിടിച്ചു ഉയർത്തി. ചുമന്ന് തുടുത്തല്ലോ ദേവ. പറഞ്ഞു കഴിഞ്ഞത് അവൻ ആ കവിൾമെല്ലെ കടിച്ചെടുത്തു. അവളുടെ ശബ്ദം കേട്ടത് അവൻ അവിടെ നാവ് കൊണ്ടൊന്ന് ഒഴിഞ്ഞു കൊടുത്തു. അവളുടെ കണ്ണുകൾ ആലസ്യത്തോടെ കൂമ്പി അടഞ്ഞു. വേദനിച്ചോടാ? കൺട്രോള് കിട്ടുന്നില്ല ദേവ. ഇങ്ങനെയൊന്ന് ചുമന്ന് തുടുക്കല്ലേ ദേവേട്ടോ. അവൻ കട്ടിലേക്ക് തലയാഴ്ച അവളെ ചേർത്ത് പിടിച്ചു. അതെ, കണ്ണുറന്നു. ഞാനിനിയൊന്നും ചെയ്യുന്നില്ല. അവൻ പറഞ്ഞത് അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. നിമിഷങ്ങൾ കടന്നുപോയി. അവൻ്റെ ഹൃദയതാളം ആസ്വദിച്ച് അവൾ കിടന്നു. ദേവേട്ടാ, നേരത്തെ എന്തിനാ ലെൻസ് വെച്ച്? എപ്പോഴാണ് നീ എൻ്റെ നീലക്കണ്ണുകൾ കണ്ടത്? അത് കല്യാണ മണ്ഡപത്തിൽ വെച്ച്. അവളുടെ മറുപടി കേട്ടത് അവരൊന്ന് പുഞ്ചിരിച്ചു. ഹായ്, നീലക്കണ്ണുകൾ. അവൻ്റെ കണ്ണുകളിൽ തൊട്ട് 5 വയസ്സുകാരി പറഞ്ഞത് ആകാംക്ഷ നിറഞ്ഞ ആ കണ്ണുകളിൽ നോക്കി അവൻ പുഞ്ചിരിച്ചു. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ആ, നല്ല രസമുണ്ട്, തലയാട്ടി അവൾ പറഞ്ഞു. ആണോ? എനിക്ക് വേണം നീലക്കണ്ണ്. ദേവേട്ടാ, നന്ദയുടെ വിളിയിലാണ് അവൻ ആ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. പറ, നേരത്തേക്ക് എന്തിനാ ലെൻസ് വെച്ച്? ഇങ്ങനെ മതിയായിരുന്നു. എന്ത് രസമാണ്. 15-ാം വയസ്സിൽ ഒരു കുറുബി പെണ്ണെൻ്റെ ഹൃദയം കീഴടക്കി. അവൾക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നീലക്കണ്ണുകളായിരുന്നു. അന്ന് മുതൽ ഞാൻ ലെൻസ് വെച്ചത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെയും എൻ്റെയും കല്യാണ ദിവസം മാത്രമേ ലെൻസ് മാറ്റുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ലെൻസ് വെച്ചത്. ഞെട്ടലോടെയാണ് അവൾ അവൻ്റെ വാക്കുകൾ ശ്രവിച്ചത്. ദേവേട്ട 15ഓ? ദേവേട്ടന് 15 വയസ്സെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക്? നിനക്ക് 5 വയസ്സ്. അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി. ബാക്കിയൊക്കെ പിന്നെ പറയാം, ഇപ്പം ഇത്രയും അറിഞ്ഞാൽ മതി കേട്ടോ. ദേവേട്ട പറയൂല മോളെ, കിടക്കാൻ നോക്കിയേ. പറയണ്ട. അവൻ ചേർത്ത് പിടിച്ച കൈകളെടുത്ത് മാറ്റി അവൾ തിരിഞ്ഞു കിടന്നു. ആഹാ, അപ്പോഴേക്കും പിണങ്ങി എൻ്റെ കുഞ്ഞൻ. പോ, എന്നോട് മിണ്ടണ്ട. തഴുകാനായി വന്ന അവൻ്റെ കൈകളെ തട്ടിമാറ്റി അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് ചേർത്ത് പിടിക്കാതെ ഉറക്കമില്ല. വലുകൈ അവളുടെ നടുവിലൂടെ കയറ്റിക്കൊണ്ടവൻ പറഞ്ഞത് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി.